ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഡോക്ടറെ വിളിച്ചിട്ട് എന്താണ് കിട്ടാത്തത്? ഡോക്ടർ ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ ആറുവിന് മനസ്സമാധാനമായേനെ. ഇനി വല്ല ആപത്തും ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ശരിക്കും എന്താ കാര്യം ഞാൻ പറയാം. പാറു തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അമ്മയുടെ ചോര തന്നെയാ നിന്റെ ചരപ്പിലും. അതുകൊണ്ടാ നിന്നെ നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചു പിടിച്ച എന്നെ എന്റെ കുടുംബത്തെ നീ ചതിച്ചത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. നീയും തെറ്റ് ചെയ്തിട്ടില്ല, ഇവനും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആരടി തെറ്റ് ചെയ്തേ? ഞങ്ങളാണോ? അമ്മ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കേൾക്കണം. വേണ്ട, ഇവിടെ ആർക്കും നീ പറയുന്നത് കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. അച്ഛാ, ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ ഇവിടെ പിടിച്ച് കതിർമുണ്ടവത്തിലിരുത്ത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ അതനുസരിക്കും. ഗിരിയേട്ടന് എന്നെ വിവാഹം കഴിക്കേണ്ടി വന്ന സാഹചര്യം ഇതാണ്. ഇപ്പം മാമിനത് വ്യക്തമായില്ലേ? ഓക്കെ. സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരാന്ന് ഗിരിയേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതെനിക്ക് വിശ്വാസമാണ്. ഗിരിയേട്ടൻ എങ്ങനെയും സിദ്ധുവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അപ്പോ ഈ വിവാഹബന്ധം നിലനിൽക്കാൻ പാടില്ല. സിദ്ധുവായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ നിയമപരമായിട്ടത് ഡിവോഴ്സ് ആവണ്ടേ? സിദ്ധുവിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഡിവോഴ്സ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ജലജ, പാർവതിയുടെ ഭാഗം മുഴുവൻ ഞാൻ കേട്ടു. കൂളാവൂ. പുറത്ത് നിൽക്കുന്ന ആളോട് വരാൻ പറയൂ. ഓക്കെ മാഡം. പാർവതി കുറച്ചു സമയം പുറത്തിരിക്കും. ഇരിക്കൂ. ഇരിക്കൂ. ഇല്ല, ഇരിക്കൂ പ്ലീസ്. ഗിരി, ഒരു പ്രശ്നവുമില്ല. റിലാക്സ്, സമാധാനമായിട്ടിരിക്കെ. ഗിരി, ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? പാറു എല്ലാം ആലോചിച്ചിട്ടാ ഈ തീരുമാനം എടുത്തത്. ഗിരിക്ക് ആ തീരുമാനം സമ്മതമായിരുന്നോ? സമ്മതമായിരുന്നു. എന്തിനാ സമ്മതിച്ചു കൊടുത്തത്? വക്കീലെ, ഈ കല്യാണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന. അതെല്ലാം പാർവതി എന്നോട് പറഞ്ഞു. എന്ത് സാഹചര്യത്തിലായാലും ഗിരി താലി കെട്ടിയ പെണ്ണല്ലേ പാർവതി? ഗിരിയുടെ ഭാര്യയല്ലേ പാർവതി? അല്ല വക്കീല, പാറുവിനെ കല്യാണം കഴിക്കാനും ഭാര്യയെക്കാളുള്ള യോഗ്യതയൊന്നും എനിക്കില്ല.
അത് സംഭവിച്ചു പോയതാ. എന്ന് കരുതി പാറുവിനെ ഞാൻ എന്റെ ഭാര്യയായിട്ട് കാണുന്നതും ശരിയല്ല. ഞാനത് ചിന്തിക്കുന്ന തന്നെ അതിമോഹമാണ്. ഗിരി ഇരിക്കുന്നേ. അതിരിക്കട്ടെ, പാർവതി ഗിരിക്ക് ഇഷ്ടമാണോ? പാറുവിനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും പാറുവിന് ഇഷ്ടമാണ്. എല്ലാവരുടെ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചേ. ഗിരിക്ക് പാർവതിയെ ഇഷ്ടമാണോ? പാറുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തു കുറവാ പാറുവിനുള്ളത്? തങ്കം പോലത്തെ സ്വഭാവമല്ലേ പാറുവിൻ്റെത്. സ്നേഹിച്ച പാറു നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കും. ഭയങ്കര ആത്മാർത്ഥത. എന്ത് കാര്യത്തിനും കണ്ടറിഞ്ഞ് കൂടെ നിന്നുള്ളൂ. പെട്ടെന്നൊരാൾക്കും പാറുവിനെ തോപ്പിക്കാനാവില്ല. അത്രയ്ക്ക് ബുദ്ധിയാ പാറുവിന്. പാറു ഒരു പാവ. ഇത്രയ്ക്ക് സ്വഭാവ ഗുണവും പരസ്പരം ഇഷ്ടമുള്ള പാർവതിയാണോ ഗിരി ഉപേക്ഷിക്കാൻ പോകുന്നേ? അത് പിന്നെ പാറുവിന് മനസ്സിലായി. ചുരുക്കത്തിൽ ഇത്ര നല്ലൊരു പെണ്ണിനെ വിവാഹ ദിവസം എവിടെയെന്നറിയാതെ അപ്രത്യക്ഷനായ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഗിരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഗിരി പാർവതിയെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് ബോധ്യായി. അത്രയ്ക്കിഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ പാർവതിയെ കൈവിടുന്നത്? വക്കീലെ, പാറുവിന് നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. പാറുവിന് അവൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടണം. എവിടെയാണെങ്കിലും പാറു സന്തോഷമായിട്ടിരിക്കണം. വക്കീലിനറിയാലോ, വലിയ ഡോക്ടർ പഠിപ്പൊക്കെ പഠിച്ചിട്ട് സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിച്ച ആളാ പാറു.